ബിഗ് 92.7 FM കേൾക്കൂ കേൾപ്പിക്കൂ ലൈഫ് കൊണ്ടാടും. ഞാൻ നിങ്ങളുടെ സ്വന്തം കിടിലം ഫിറോസ്. മണ്ണാർക്കാട് നിന്നും അരവിന്ദൻ ആവശ്യപ്പെട്ട ഗാനം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാൻ. തിരുവിൽവാമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി. പൂച്ചക്കീട്ടം ചെയ്തിട്ട് വായിൽ വെച്ചതല്ലേ മാറ്റം. എന്നാൽ ഈ വക സാധനങ്ങൾ കടയിൽ കച്ചവടം ചെയ്തിരിക്കുന്നു. കടക്കാരനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ശംഭുവും ജവാനും സേർച്ചും പാൻപരാവും ഇല്ലാത്ത ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കാനേ വയ്യ. എന്തിന് ഒരു കല്യാണ വീട്ടിലോ ചാക്കര വീട്ടിലോ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ലിസ്റ്റിന്റെ മുൻപന്തിയിൽ കാണും ഈ വക സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾ കേട്ടത് ഫിറോസ് ആർക്കാ വേണ്ടിയിട്ട് എന്തിനാ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു പാട്ട്. ഇനി നിങ്ങൾക്കായി ഞാനൊരു പാട്ട് പാടുന്നു. വൃശ്ചികപ്പൂ നിലാവേ പിച്ചകപ്പൂ നിലാവേ മച്ചിന്റെ മേലിരുന്ന് ഒളിച്ചു നോക്കാൻ ലജ്ജയില്ലേ ലജ്ജയില്ലേ ലജ്ജ. മച്ചിന്റെ താഴെ നടക്കുന്നത് ദൈവത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ യാത് വൃശ്ചികപ്പൂ നിലാവും മച്ചിന്റെ മോളിൽ നിന്ന് ഒളിഞ്ഞു നോക്കി പോകും. ഈ നിലാവിന്റെ ഒരു ഭാഗ്യം നോക്കണേ, ഒരു ടോർച്ചിന്റെ പോലും സഹായമില്ലാതെ എന്തെല്ലാം പോക്കൃത്തരങ്ങളാ കാണുന്നത്. പാലായാലും തൈരായാലും ഇപ്പൊ വരാൻ നേരമില്ല. ഞാൻ ഈ ചാനൽ ട്യൂൺ ചെയ്തോട്ടെ. എനിക്ക് കേൾക്കാം, പക്ഷെ ഈ കുന്താട്ടത്തിന് കേൾക്കില്ലായിരുന്നു. അതിന്റെ ചെവി ഇപ്പൊ തുറന്നു കാണും. നിന്ന് ശൃംഗരിക്കാതെ ഇന്നലെ പാല് വന്ന് ആ കാല് കുപ്പിഞ്ഞ് എടുത്തോണ്ട് വന്നേ. ഇതെന്തോന്ന് ഒരു മിൽമാബൂത്ത് മുഴുവനായി ഉണ്ടല്ലോ. എന്റെ മുരുക്കുമൂട്ടിൽ അമ്മച്ചി ഈ മിൽമാബൂത്തിൽ ഒരു ക്ലീനറായിട്ടെങ്കിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ശമ്പളമില്ലാതെ ഞാൻ ജോലി ചെയ്തേ. ചേച്ചി മനസ്സ് വെച്ചാൽ ഞാനുകൊണ്ട് ശീർക്കാരമോ പൊതുവിലെ ചേച്ചി ക്രിമിയടി. കഷത്ത് ഹീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, കുപ്പിയിലെ പാല് തിളച്ച് ആവിയെ പുറത്തു പോകുന്നത് പോലെ, അതുകൊണ്ട് പറഞ്ഞത്. ഉള്ള ആവി പുറത്ത് കളയാതെ വേഗം ചെന്നാ കിളവിന് ചായ ഇട്ട് കൊടുക്കാൻ നോക്ക്. ഞാൻ വെച്ചേ ഒരുമാതിരി പോക്കൃത്താൻ പറയരുത്. ഈ വരുന്ന ചിങ്ങം ഒന്നിനെ മുത്തച്ഛന്റെ വയസ്സ് 35 തികയത്തേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നീ ഇത് തന്നെയല്ലേടാ പറഞ്ഞത്? അതെ, അടുത്ത വർഷം ഞാൻ ഇത് തന്നെ പറയും. എന്തേ? ഇത്രയധികം സൗന്ദര്യവും സൽസ്വഭാവിയുമായ ആ വയസ്സനായ വയസ്സിലാത്ത ചെറുപ്പക്കാരനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാവചനം പറയരുത്. ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ. അല്ലടാ, നിനക്കിപ്പോ എത്ര വയസ്സായി? ഞാനേ മുത്തച്ഛന്റെ കൂട്ടല്ലേ, എനിക്ക് വർഷാവർഷം വയസ്സ് മാറും. അല്ല, ജാനുവച്ചി ഇപ്പൊ എന്തിനാ എന്റെ വയസ്സ് നാളൊക്കെ തിരക്കുന്നത്? ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ വല്ല വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു. നിന്റെ പ്രായത്തിലുള്ള പിള്ളേര് കല്യാണം കഴിച്ച് അവർക്കൊക്കെ 2-3 മക്കളുമായി അവന്മാർ അനുഭവിക്കാൻ പോകുന്നു. എന്റെ ചേച്ചി, പെണ്ണാണെങ്കിൽ പൊന്നിനെന്താ വില? കൊടുക്കാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറുക്കനേ ഉള്ളൂ. പെണ്ണിന്റെ വീട്ടുകാർ ചിന്തിക്കൂലേ? നമ്മളും ചിന്തിക്കണ്ടേ? ചിന്തയൊക്കെ നല്ലത് തന്നെ, അനുഭവത്തിൽ വരുമ്പോഴേ പഠിക്കൂ. നീ കഴിഞ്ഞ ആഴ്ച തൃപ്പൂണിത്തറ പോയൊരു പെണ്ണ് കണ്ടല്ലോ, അതിപ്പോ എന്തായി? ഞാൻ പോയി പെണ്ണ് കണ്ടു, അത് സത്യം. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നില്ല ചേച്ചി കാര്യങ്ങൾ. എന്താണ് അങ്ങനെ തീർത്താലും തീരാത്ത കുഴപ്പങ്ങള്? ചേച്ചി, ഈ പറഞ്ഞ പെണ്ണിന്റെ തന്തേ പറവൂർ പെൺവാണി കേസിലെ 10ാം പ്രതിയാണ്. അതിലെ തന്തയല്ലേ പ്രതി? മോളന്ത് വിളച്ചു? മോളന്ത് വിളച്ചെന്നാ? അവളെ കിളിരൂർ കേസിലെ 1ാം പ്രതിയാണ്. എന്തുകൊണ്ട് നിനക്ക് ചേർന്ന് നല്ലൊരു ബന്ധം? അല്ല, ഞാനെന്താ അലക്കായിരുന്നു? അലക്കാരനല്ലെങ്കിൽ അലങ്കാരമായി അലമാരി ഇരിക്കാമല്ലോ. പെണ്ണ് കാണൽ എനിക്ക് അഹങ്കാരമില്ല, അലങ്കാരവുമില്ല. അങ്ങനെ അതും പോയി കിട്ടി. അല്ല ജാനുവച്ചി, 5-6 കൊല്ലമായിട്ട് വീട്ടിൽ തനിച്ചല്ലേ? അതെന്താ? അല്ല, പ്രായം പ്രശ്നമല്ലെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ മനസ്സിലുള്ള പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഈ അണ്ണാകുഞ്ഞി കുഞ്ഞിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോയിരുന്നു. എന്താടാ, അണ്ണാകുഞ്ഞിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
അണ്ണാകുഞ്ഞ് നമ്മളെ ദേശീയ പക്ഷിയല്ലേ? പക്ഷിയാ? അല്ല, മൃഗം. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഓ. ഈ അണ്ണാകുഞ്ഞിന്റെ മുഖത്തെ 3 വര ഉണ്ടായത് എങ്ങനെ? അതെ, പണ്ടൊരു പെയിന്റ് അടിക്കാരൻ പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്തുള്ള മാവൻ ചോട്ടിൽ കുറെ അണ്ണാകുഞ്ഞുങ്ങൾ കളിക്കാൻ വരുമായിരുന്നു. അതിലൊരു അണ്ണാകുഞ്ഞിന് ഈ പെയിന്റ് അടിക്കാരനോട് വല്ലാത്ത സ്നേഹം തോന്നി. തിരിച്ച് ഈ പെയിന്റ് അടിക്കാരന് മറ്റുള്ള അണ്ണാകുഞ്ഞുങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ പെയിന്റ് അടിക്കാരൻ വരച്ചു കൊടുത്ത വരയാ പെയിന്റ് കൊണ്ടേ. അപ്പൊ മറ്റുള്ള അണ്ണാമാർക്കൊക്കെ ഈ വര ഉണ്ടല്ലോ, അതെവിടുന്നുണ്ടായി? അതായത് പൂതിയിൽ വെച്ചത് ചാരിന്നാണ്. അല്ല, ഞാൻ പറയാൻ അങ്ങനല്ല. പിന്നെ പണ്ട് രാവണൻ സീതാദേവിയെ കട്ടോണ്ട് പോയപ്പോ സീതയെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ ലങ്കയിലേക്ക് ഒരു പാലം പണിതു. പാലത്തിന് പണിയുന്നതിനിടയ്ക്ക് മണ്ണ് കൊണ്ടിടുന്നതിനിടയിൽ ഒരു അണ്ണാകുഞ്ഞ് മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് ആ മണ്ണ് കൊണ്ട് ചെന്ന് ഈ പാലം പണിയുന്നിടത്തിട്ടു. അത് കണ്ട് ശ്രീരാമൻ ഇഷ്ടം തോന്നി ആ അണ്ണാകുഞ്ഞിനെ എടുത്ത് മുതുകത്ത് തലോടിയപ്പോഴാണ് 3 വരയുണ്ടായത്. എന്റെ മുരുക്കുമൂട്ടിൽ അമ്മച്ചി, അപ്പൊ സീതാദേവിയുടെ ദേഹത്ത് മുഴുവൻ വരയായിരിക്കും. അണ്ണാകുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കുന്ന പോയെ പോയെ. എനിക്ക് അവറാച്ചന്റെ വീട്ടിൽ പാല് കൊടുക്കാനുള്ളതാ. നീ പോയി. എന്താ ജാനുവച്ചി നാട്ടിലുള്ള വീടുകളിൽ മുഴുവനും പാല് കൊടുത്ത് ഒരു പരുവത്തിലായി. അല്ലെങ്കിലും കറവേള പശുവിന്റെ അടുത്തല്ലേ അണ്ണാച്ചിമാര് ചെല്ലു. കൊച്ചുവായി വലിയ വർത്താനം പറയാനേ, പോയി കാലിക്കുപ്പി എടുത്തോണ്ട് വന്നേ. വലിയ വായിൽ കൊച്ചു വർത്താനം പറയാലോ. ചേച്ചി നിൽക്ക്, ഞാൻ പോയി കുപ്പി എടുത്തോണ്ട്. അതെന്താണ് മുട്ടിന്റെ ഒരു വശം കീറിയിരിക്കുന്നേ? ഇതേ അടിയന്തരാവസ്ഥ കാലത്തെ ഇവിടുത്തെ മുത്തശ്ശൻ സമരത്തിന് പോയപ്പോ എടുത്തോണ്ട് പോയ കൈര്യ. വെടികൊണ്ട പന്നിനാൾ കേട്ടിട്ടില്ലേ? അതുപോലെ വെടികൊണ്ട കൈരി. എന്റെ ദൈവമേ, അപ്പൊ അവര് കയ്യില് ഉന്നം വെച്ചാണ് വെടിവെച്ചെങ്കിൽ മുത്തശ്ശൻ കയ്യില് മടക്കി കൊടുക്കാഞ്ഞത് ഭാഗ്യമായി പോയി. തുടങ്ങി കിളവന്റെ പദവിശീലമാ. ചായ കൂടി കഴിഞ്ഞാൽ പ്രഭാത കാര്യങ്ങൾ ചെയ്യും. കക്കുസി പോയിരുന്നാലോ ഇംഗ്ലീഷ് സിനിമയിൽ വെടിവെക്കുന്ന പോലെയല്ലേ സൗണ്ട്, പടപട എന്ന്. കിളവനായി. അതിന് മാത്രം യാതൊരു കുറവുമില്ല. ഞാനവിടെ വെള്ളം എടുക്കുവാണേ. പുണ്ണി, നീ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ ഈ മുത്തച്ഛൻ തൂങ്ങിച്ചാവുമല്ലോ. എടാ പുണ്ണി, ഈ മുത്തച്ഛൻ എന്താ ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാതിരിക്കുന്നത്? പിക്കപ്പില്ലാഞ്ഞിട്ട്. പിക്കപ്പോ? അതെന്തുവാടാ? ഓ ചേച്ചി, കല്യാണം കഴിഞ്ഞ ചേച്ചിക്കെടുത്ത് ഞാൻ എങ്ങനെ പറയാനാ? അതെ, പണ്ടങ്ങാട്ട് ഈ മുത്തശ്ശി ഒരു പെണ്ണിനായിട്ട് പ്രേമിച്ചെന്നോ അവര് പറ്റിച്ചിട്ട് പോയെന്നൊക്കെ പറയുന്നത്. ആരെ പറ്റിച്ച കാര്യമാണ് നീ പറയണത്? അതെ മുത്തശ്ശ, നമ്മളെ നിലവിളക്ക് സീരിയലിലെ കഥ പറഞ്ഞതാ. പിന്നെ നീ ഏതാണ്ട് പിക്കപ്പിന്റെ കാര്യം പറയണത് കേട്ടല്ലോ. അതെ, നായകനെ അതിലെ നായികയെ പറ്റിച്ച് ഒരു പിക്കപ്പ് വിളിച്ച സ്ഥലം വിട്ടത് അക്കാര്യം പറഞ്ഞതാ. അല്ല അങ്ങനെയാണ് മുത്തശ്ശ. അല്ല, ഇവൻ ഏതായാലും എന്നെ കുറിച്ച് നല്ലതൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. ഇവന്റെ മുഖം കണ്ടാലറിയാം എന്തോ കുസുമ്പ് പറഞ്ഞതാണ്. എന്താടാ മുത്തശ്ശ? ജാനുവച്ചി എന്തോ ചോദിക്കുന്നു. അതെ മുത്തശ്ശ, ഇത്ര നാളായിട്ടും മുത്തശ്ശൻ എന്താ കല്യാണം കഴിക്കാഞ്ഞത്? അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് പറയാം. നിങ്ങളെപ്പോലെ ഞരമ്പിൽ ഒത്തിരി ചോരയോട്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ. അന്ന് ഈ വീട്ടിൽ എപ്പോഴും ആളും പേരുമായിരുന്നു. കളരിക്കൽ പുത്തൻ വീട്, ഒരു നല്ല കാലഘട്ടത്തിന്റെ ശേഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. എല്ലാവരെയും പോലെ എന്റെ മനസ്സിലും ഒരു പ്രേമം പൊട്ടിമോച്ചു. ആ കായലിന് മറുകരയ്ക്ക് കാണുന്ന ചീലാന്തി മരം, അതിനും കാണുന്നു ഏകദേശം എന്നോളം പ്രായം. അതിനടുത്ത് ഒരു കൊച്ചോലക്കുടിലുണ്ടായിരുന്നു. തൊണ്ടുകല്ലുകാരി ശങ്കരിയുടെയും തൊണ്ടെടുപ്പുകാരൻ കുഞ്ഞിരാമന്റെയും മകൾ ചെന്താമര. നല്ല പാലപ്പത്തിന്റെ നിറമായിരുന്നു അവൾക്ക്. ജാതിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് ഞങ്ങളും ഇഷ്ടം കൂടി. എന്നും സന്ധ്യ കഴിഞ്ഞാൽ അപ്പൂപ്പൻകാവിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കാണുമായിരുന്നു. അന്ന് എനിക്ക് വയസ്സ് 35.
അവൾക്ക് 20. തറവാടികളായ എന്റെ വീട്ടുകാരുടെ ബലത്തിന് മുന്നിൽ എന്റെ ബന്ധത്തിന് തീരെ ആയുസില്ലായിരുന്നു. അവളുടെ സ്ഥാനത്ത് മറ്റൊരുവളെ കുറിച്ച് ചിന്തിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരെ പറ്റി അറിയില്ല, പിന്നെ കണ്ടിട്ടുമില്ല. മുത്തച്ഛൻ, ഈ ചെന്താമര എന്ന് പറയുന്ന ആള് എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വന്ന മുത്തച്ഛൻ എന്ത് ചെയ്യും? സംശയമെന്താ, ഈ ഇടനെഞ്ചിൽ ചേർത്ത് നിർത്തും ഒരു 100 വർഷക്കാലം. ഈ കിളവന്റെ ഒരു ഭൂതിയുള്ളാല് ഈ വയസ്സാകാലത്ത് ഇപ്പോഴും 35 വിചാരം. നിന്ന് തെമ്മാടിത്തരം ചന്തി നോക്കി എന്താ വേണ്ടത്? അതെ, ഒരു സംശയം ചോദിക്കാനാ. എന്തുവാ? കടലിക്കൽ പുത്തൻ വീട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെയായിരുന്നു. അത് ഇവിടുന്ന് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയോ എന്ന് അറിയാനാ. എവിടെയും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ആരാധന കയറി വന്നോളൂ. നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് നിന്നോട് പറയും മുമ്പേ നീ ആരാണെന്ന് എന്നോട് പറ. അങ്ങനെയല്ലേ? ഞാനിവിടുത്തെ. എന്നാ ഞാനും ഇവിടത്തെയാ. അങ്ങനെയല്ലേ? ഇതിനൊന്നും കണ്ടിട്ടില്ലല്ലോ. നിന്നെയും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയല്ലേ? എടേ, ഇവിടെ ഇപ്പോഴും ഗോവിന്ദൻ തന്നെയാണോ താമസം? അതെ. നീ അവന്റെ ആരാ? മകന്. അതിനാശാ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. മകനെ പോലെ. അതെന്താടാ ഒരു പോലെ? പോലെ വേണ്ട, മകനാണോ? അല്ല. അങ്ങനെ പറ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എടാ ഗോവിന്ദ, നിന്റെ കളിക്കൂട്ടുകാരൻ കുമാരൻ എത്തിയടേ. എടാ, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ ഗോവിന്ദൻ. അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ ഈ ഞാൻ. മനസ്സിലായോ? എടാ, കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകാരെല്ലാരും കൂടി ഓടിക്കളിക്കുകയും ഒത്തുചേരുകയും ചെയ്ത മുറ്റമായി ഇത്. അങ്ങനെയല്ലേ? ആണെന്ന് തോന്നുന്നു. അതെന്താണ് ആണെന്ന് തോന്നുന്നത്? ആണോ? അറിയത്തില്ല. അങ്ങനെ പറ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഇനി വന്നേ, തല്ലില്ല, പേടിക്കേണ്ട. ഒരു കാര്യം ചോദിക്കാനാ. ഈ വരുന്ന വഴിക്ക് സ്ത്രീകൾ മാത്രം കുളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോ അത് പ്രത്യേകം ശ്രദ്ധിച്ചു, കണ്ടില്ല. അതെ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ റോഡുള്ള ഉണ്ണി മേടിച്ചപ്പോഴേ അതെല്ലാം കുളിച്ചു മൂടി. അതെയോ? ഒരു കുളിച്ചും കാണാനാ വല്ലപ്പോഴും കൂടി അതുവഴി വരുന്നത്. അതും ഇല്ലാതായി ആ റോഡ് ഇവിടെ ഉണ്ണിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഒരു സംശയം കൂടി ചോദിക്കട്ടെ. തല്ലില്ല, നീ എടുത്തോട്ട് വാ. വാടാ. എടാ, അപ്പുറത്തെ ജഡ്ജിത്തിന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നത് ഇപ്പോഴും ആ പഴയ തങ്കമ്മ തന്നെയാണോ? അതേന്ന് പറഞ്ഞ ഇയാൾ എന്നെ തല്ലും. അറിയില്ലെന്ന് പറഞ്ഞ അടുത്ത വീട്ടിലായിട്ട് നിനക്ക് അറിയത്തില്ലാണെന്ന് പറഞ്ഞ് എന്നെ തല്ലും. എന്റെ തേവരെ, നീ അടിയുള്ളത് എന്നെ കാത്തുള്ളണേ. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? തങ്കമ്മ തന്നെയാണോ എന്ന്? അവള് ഞാനുമായി കുട്ടിക്കാലത്ത് ഭയങ്കര ഡിങ്കോൾഫിക്കാൻ വിട്ടടിക്കുകയായിരുന്നു. അവള് തന്നെയാണോ? നീ എന്താടാ പൊട്ടൻ കളിച്ചെന്നെ പരിഹസിക്കാണോ? എനിക്കറിയില്ല. അങ്ങനെ പറ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അവന്റെ ചെവിടിന് 3 എണ്ണം പൊട്ടിച്ചു കൊടുത്തപ്പോ ഒളിച്ചു നിന്നൊരു കുളി കണ്ട സുഖം. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. ഹലോ, ഹലോ. അവിടെ ഇടൂ. അയ്യോ, അവിടെ ഇടില്ല. ഇനി കൊണ്ടുവന്നാലേ കുമാരി മാമ ഇടും. ഇടുകയോ ഇടാതിരിക്കാതെ. അല്ല, ഇത് എപ്പോ ഞാൻ Within seconds, direct flight. ഇപ്പോഴെത്തിയതേ ഉള്ളടേ. എടാ ചക്കരക്കുട്ട, കുമാരി മാമ പോയിട്ട് ഇപ്പൊ 10 വർഷമെങ്കിലും കഴിയില്ലേ? നാട് വിറ്റാനല്ലേ പോയത്? പോയാ പോയിടം. അല്ലടാ, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ?
ഇല്ല, ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ വല്യച്ഛൻ കല്യാണം കഴിക്കാത്തടത്തോളം കാലം നീയും ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. എന്റെ കല്യാണത്തെ കുറിച്ച് വലിയ വേവലാതി ഒന്നും ആർക്കും വേണ്ട. എന്തോന്ന് വേവലാതി? ആ അമ്പലക്കാളെ പോലെ ആട്ടിയാട്ടി നടക്കാനായിരിക്കും നിന്റെ യോഗം. അല്ല, ഈ നാടും വീടും ഉപേക്ഷിച്ച് എവിടെയൊക്കെ കറങ്ങി? പുണ്യ പുരാതന സ്ഥലങ്ങൾ മുഴുവൻ കറങ്ങിയടേ. കാശി രാമേശ്വരം മോച്ചിറ മണ്ണാർശാല വഴി കറങ്ങി കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ 2 ദിവസം. അവിടുന്ന് പിച്ച എടുത്ത് പച്ചരി കഞ്ഞി കുടിച്ച് പിറ്റേന്ന് ശിവഗിരി, അവിടുന്ന് നേരെ അമ്മ നടക്കി, അവിടെ നേരെ ഇങ്ങോട്ട് പോന്നു. എങ്ങനെ വന്ന സമയം അത്ര പന്തിയല്ലെന്നാ തോന്നുന്നു. അതെന്താ ഞാൻ കുഷ്ഠരോഗ്യം പറ്റാന്നോ? കുഷ്ഠരോഗിയാണോ എയ്ഡ്സ് രോഗിയാണോ എന്ന് ഇവിടുത്തെ മഹാരാജാവ് തീരുമാനിക്കുന്നു. അതേതാണ് എന്നെക്കാളും വലിയ മഹാരാജാവ് ഇവിടെ ഉള്ളത്? ഈ പുരാവസ്തുവാ മഹാരാജാവ്. അല്ലടാ, ഈ പുരാവസ്തു എന്ന് ഉദ്ദേശിച്ചത് നീ എന്നെ തന്നെയാണോ? തന്നെ പണ്ടൊക്കെ എന്നെ പോലുള്ള ചെറുപ്പക്കാരെ കിളവന്മാരെ വിളിക്കുന്ന പേര് ബൈജോന്ന് ഷിബു എന്നൊക്കെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പേരല്ലേ പുരാവസ്തു. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഈ പറഞ്ഞ നീ ഒരിക്കൽ പുരാവസ്തു ഒക്കെ ആവും. അതങ്ങനെ തന്നെ. എന്തായാലും ശിക്ഷ കാത്തിരുന്നോ, കാലം കൊലക്കേറുമായിട്ട് ഇപ്പൊ വരും. എന്നെ ശിക്ഷിക്കാൻ ശാസിക്കാത്തൊക്കെ ധൈര്യമുള്ള ഏത് കാലനാണ് ഈ കളരിക്ക് പുത്തം കിട്ടിയുള്ളത്? ഞാൻ തന്നെയാണ് അവന്റെ കാലം. അങ്ങനെയല്ലേ? എന്റെ തന്തയെ കഴിവേറി വിളിച്ചാലുണ്ടല്ലോ. നിന്റെ തന്തയെ കഴിവേറിന് വിളിച്ചാ നീ എന്നാ ചെയ്യും? വിളിച്ച എന്റെ അച്ഛനും അമ്മയും എനിക്ക് പിണ്ടം വെക്കേണ്ടി വരും. തെറ്റിപ്പോയി. നിന്റെ അച്ഛനും അമ്മയും എനിക്ക് പിണ്ടം വെക്കേണ്ടി വരും. എന്നാൽ ആ പിണ്ടം നിനക്ക് തന്നെ. പിണ്ടം നീ നിന്റെ അച്ഛനും കൂടെ കൊടുക്കടാ. എടാ, വഴിയിൽ പോണവനും വള്ളക്കാരനും ഒക്കെ കയറി വന്ന് എന്റെ തന്തയ്ക്ക് വിളിക്കാറായോ? വിളിക്കും. കടക്കാ പുറത്ത്. കടക്കില്ല ഞാൻ. കടക്കാരാ എന്നെ കൊന്നാലും ഞാൻ കടക്കില്ല. പുറത്ത്. ഇല്ല. ആ വടിയിൽ വിടടാ. വിടില്ല ഞാൻ. ആ വിടാനാ പറഞ്ഞു. എന്നെ കൊന്നാലും ഞാൻ വിടില്ല പറഞ്ഞില്ലേ? ഗവൺമെന്റ് നീ എന്നോട് മിണ്ടണ്ട. എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റൂടാ നിനക്ക്? നീ എന്നെ പറഞ്ഞത് എന്നോട് മിണ്ടണ്ടെന്ന്. ഞാൻ മിണ്ടണ്ടെന്ന് പറഞ്ഞാ നീ എന്നോട് മിണ്ടാതിരിക്കുവോ? പിണക്കമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുവാടാ. എത്ര കാലായിടാ നീ ഇവിടെ നിന്ന് പോയിട്ട്? ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓർക്കാതിരിക്കാൻ ഓർമ്മകളൊന്നും മരിച്ചു പോയില്ലല്ലോടാ. എന്റെ ലോകം ഈ വീടും ഈ കായലോരങ്ങളുമാണ്. പക്ഷെ നീയോ ഈ 14 ലോകങ്ങളും ചുറ്റി സഞ്ചരിക്കുന്ന നിനക്ക് വഴിയമ്പലങ്ങളിൽ അന്തേവാസികൾ തങ്ങുമ്പോലെങ്കിലും ഒരു രാത്രിയെങ്കിലും ഇവിടെ നിന്ന് വന്നൂടായിരുന്നോ? എന്നെ ഒരു നോക്ക് കാണാനെങ്കിലും ഒന്ന് വരാമായിരുന്നില്ലടാ. ആഗ്രഹമില്ലാഞ്ഞില്ലടാ. എന്നെ ഇങ്ങോട്ടുള്ള തിരിച്ചുവരവ് പല നഷ്ടത്തിന്റെയും ദുരന്തത്തിന്റെയും കഥകൾ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് എന്നെ കാത്തിരിക്കാനും എനിക്ക് കാത്തിരിക്കാനും ഈ ഭൂമിയിൽ ആരുമില്ല. മുരടിച്ച മനസ്സും മരവിച്ച ശരീരവുമായി ഒരു ജീവിച്ചവൻ പോലെ ജീവിക്കുകയാണ്. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനിയും ദിവസങ്ങൾ അവശേഷിക്കുന്നത്. എന്നിട്ടും എന്റെ ഈ മനസ്സും ശരീരവും മരണത്തിന് പോലും കീഴടങ്ങാതെ നിന്റെയും നമ്മുടെ കൊച്ചുകുട്ടിയുടെയും പിതാവിനുടെയും ഓർമ്മകളാണ്. ആ ഓർമ്മകളെ താലോലിച്ച് ഞാനിവിടെ ഒറ്റയ്ക്ക്. അവനും ഇങ്ങോട്ട് വരാറില്ലേ നമ്മുടെ കൊച്ചുകുട്ടി? എന്നും ഈ ചാരുകസേരയിൽ കിടന്ന ആ കായലിലെ ഓളങ്ങളെ നോക്കി നെടുവീർപ്പിടും. കായലിൽ തലങ്ങും വിലങ്ങും ഓടുന്ന കറുത്തുവള്ളങ്ങൾ, അതിനൊന്ന് അവന്റേതാണ്, നമ്മുടെ കൊച്ചുകുട്ടിയുടേത്. അതിനെന്തെങ്കിലും ഒരു വള്ളം ഈ കരയ്ക്കടക്കും. അതിൽ നിന്നും അവനെന്ന് ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ ഓടി വരുമെന്നൊക്കെ ഞാൻ അങ്ങ് സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. നമ്മൾ പരസ്പരം കണ്ടിട്ട് നീണ്ട 9 കൊല്ലം കഴിയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നീ വന്നു പോയതിന്റെ അന്ന് നമ്മൾ 3 ആളും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചതാ. അതിനുശേഷം അവനും ഇങ്ങോട്ട് വന്നിട്ടില്ല. എത്രയോ പ്രാവശ്യം ആളെ പറഞ്ഞയച്ചതാ. ഒന്ന് ഇത്ര വരെ വരാൻ വന്നിട്ടേ ഇല്ല. അവനെന്തെങ്കിലും കാണുമായിരിക്കും. ഒന്ന് ഇത്ര വരെ വന്നിട്ട് എന്നോട് പറഞ്ഞൂടെ, പരസ്പരം നമുക്ക് എന്തുണ്ടടാ ഒളിക്കാനെന്ന്. നമ്മൾ അങ്ങനെ ആയിരുന്നു. ഞാൻ കൂട്ടിക്കൊണ്ടുവരാമോനെ, ഞാൻ കാണാമോനെ. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ എല്ലാം നഷ്ടപ്പെടുത്തിയവനായി ഞാൻ. ആയുസ്സിൽ ഇനി ഒന്നും ബാക്കിയില്ല. മോളെ തമ്പുരാൻ മോളെ എന്ന് വിളിക്കുമ്പോൾ സന്തോഷത്തോടെ അങ്ങ് പടിയിറങ്ങി. അങ്ങനെയൊന്നും പറയണ്ട. നാട് തെറ്റി നടന്നപ്പോഴും മനസ്സിൽ ഭാരം ഇറക്കി വെക്കാൻ ഞാൻ കണ്ട ഇടത്താവളം ഈ കളരിക്ക് പുത്തൻ വീട. കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് കുമ്പസരിക്കാൻ ഞാൻ കണ്ട മനസാക്ഷി സൂക്ഷിപ്പുകാരൻ നീയാണ്. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടതുപോലൊരു തോന്നൽ, പിന്നെ ഏക ആശ്വാസം
കൂട്ടുകണ്ണിയായ പുണ്യ, എന്റെ ചങ്ങിലെ ദിവ്യ നിന്നെ ഞാൻ ഏൽപ്പിച്ചത് ഊര് തന്നെ നടന്നപ്പോഴും ഉള്ളിൽ ആശ്വാസം. അവൻ എന്റെ പുണ്ണി നിന്റെ ഈ കൈകളിൽ ഭദ്രമായിരിക്കും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അറിയിച്ചിട്ടില്ല ഞാൻ ഇതുവരെയും അവനെ. അവൻ നിന്റെ പേരക്കുട്ടിയാണ്. നീ ഓർക്കണുണ്ടോ എന്റെ കുട്ടത്തി മോളുടെ മുഖം? മുറ്റത്തൊരു പന്തലിട്ട് കതിർ മണ്ഡപം ഒരുക്കി ഈ കാക്കര കടവുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചൊരു കല്യാണം. അതായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഊരും പേരും അറിയാത്ത ഒരു ചെറുപ്പക്കാരനുമായി അവൾ ഇഷ്ടത്തിലാണെന്ന്. ഒടുവിൽ അവൾ വയറ്റുകണ്ണിയാണെന്ന് അറിയാനും ഏറെ വൈകിപ്പോയി. നാട്ടുകാർ ഒരുപാട് കളിയാക്കി. എന്നിട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്റെ കുട്ടത്തി മോക്കും കുഞ്ഞിനു വേണ്ടി ആണ്ടിനോ സംക്രാന്തിക്കോ കള്ള കുടിച്ചിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്ന എന്റെ കുട്ടത്തി മോളുടെ ഭർത്താവ് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവന് മറ്റൊരു കുടുംബവും അതിൽ കുട്ടികളും ഉണ്ടെന്ന്. എങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് കരുതിയ ഞാൻ ആ വീട്ടിൽ ഇറങ്ങിയത്. നാട് കണ്ടു നടന്നപ്പോ ഒരു ദിവസം രാത്രി ചന്തയെ കൂടി വരുമ്പോ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ചെന്ന് നോക്കുമ്പോ ഒരു പെൺകുട്ടി കടക്കണ്ടെങ്കിൽ ചോരയെ കുളിച്ച് കിടക്കുക. അവളുടെ നെഞ്ചോട് പറ്റി ചേർന്ന് കിടന്ന ഒരു പിഞ്ചു കുഞ്ഞു. കഴികളെ പോലെ കാവലിരുന്ന പട്ടികളെ ഞാൻ ആട്ടി പിടിച്ച് ആ പിഞ്ചു കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അപ്പോഴേ ഞാൻ അറിഞ്ഞിരുന്നില്ലടാ ആ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് എന്റെ കുട്ടത്തി മോളുടെ ജനമാണെന്ന്. എന്റെ നെഞ്ചോട് പറ്റിക്കിടക്കുന്നത് എന്റെ പുള്ളിയാണെന്ന്. കുമാരാ, ദുഃഖങ്ങൾ കൊണ്ടൊരു കൊട്ടാരം കിട്ടി അതിൽ രാജാവായി വാടാനാ നമ്മുടെ കൃതി. ഈ വാർദ്ധക്യത്തിൽ പരസ്പരം ഊന്നുപടികളായിട്ട് കഴിയാമോ? അതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. അപ്പുണ്ണിയെ അത്താഴം എടുത്തു വെക്കടാ. മുത്തുകൊരുക്കണ കുഞ്ഞാറ്റപ്പെണ്ണ് ഗിനാവിന്റെ കടലത്തെത്തിയ പാവം പെൺപ്രാവ്. സുന്ദരിയൻ മുത്ത് മഞ്ഞു നില
കൺമണിയെന്നുത്ത് കൺമണിയെന്നുത്ത് അരയാലിലെ കാറ്റിൽ മെല്ലെ അനുരാഗം മൂളും പോലവൾ ഉണർന്നാൽ മിഴി തുറന്നാൽ അയ്യോ പുകിലേ ചുമ്മാ അവൾ സ്നേഹമെനിക്കായി തന്നൊരു നേരത്ത് പണ്ടൊരു രാവത്ത് പാതിര നേരത്ത് കണ്ടൊരു സ്വപ്നം പോലിവൾ എന്നുടെ ഹൃദയത്തിൻ സ്വത്ത് നീലാമ്പൽ പോലെ വിരിഞ്ഞൊരു നീൽമിഴിയാൽ മെല്ലെയൊഴിഞ്ഞു നടന്നാൽ ചൊലി വിടർന്നാൽ ആഹാ സലസല കണ്ണീരിൻ മുത്തുകൊരുക്കണ കുഞ്ഞാറ്റ പെണ്ണ് കിനാവിന്റെ കടവത്തെത്തിയ പാവം പെൺപ്രാവ് പാടാനും മറന്ന പെണ്ണ് പാർനിലാവിൽ കുളിച്ചു വന്ന പതിനേഴിനഴക് അവൾ പതിനേഴിനഴക് മനസ്സിലെ കല്ലിറങ്ങി ഇന്നലെ കിടന്നതെപ്പോഴും അറിയോ ഉറക്കം പറഞ്ഞേടാ. എത്ര കാലമായി നമ്മൾ ഒന്നിച്ചിട്ട് പറഞ്ഞിട്ടും തീരാത്ത കാര്യങ്ങളല്ലേ മനസ്സ് വരെ. മനഃപൂർവ്വമല്ലായിരുന്നു. കുമാരന്റെ ഊരുകണ്ടൽ കാരണം ഞാനും അത് ഇങ്ങോട്ട് വരാതിരുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നു കയറും. പിന്നെ അതിന്റെ പിന്നാലെ മൂന്ന് കൂട്ടുകാരും ഒരുമിച്ചിരിക്കുമ്പോൾ കളിയും ചിരിയും ഒക്കെ. പക്ഷേ ഈ മൂന്നാളും ഒറ്റയ്ക്കിരുന്നാലോ ഒത്തിരിയേറെ കഥകൾ കൂട്ടായി വരും അല്ലേ? അതെ, ഈ കാക്കരക്കടവും കരയിൽ കായലും വിട്ട് ദൂരം ഞാൻ പോയിട്ടില്ല. ഈ ഇട്ടാവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു തന്റെ കൺമുമ്പിൽ. ഏറിയ നേരവും വള്ളപ്പുറയിൽ തന്നെ ഇരിക്കും. പിന്നെ ഈ കായലിനെ നോക്കി നെടുവീർപ്പിടും. കാരണം അന്നവും അഭയം തന്ന കായല്ല. ഇന്നിപ്പോ ചങ്കിടിക്കും. കാരണം അപകടത്തിന്റെ പടുകൂറ്റം കുഴികൾ എവിടേക്കാണ് ഒലിപ്പിച്ചു വെച്ചത് എങ്ങനെ അറിയാമ? ഈ കായലിന്റെ അടിത്തട്ടി മുങ്ങി തപ്പി എന്തോരം ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ മുങ്ങിയ പിന്നെ പൊങ്ങാൻ പറ്റാത്ത വിധത്തിലാ കായലിന്റെ അടിത്തട്ട് കിടന്നിരിക്കുന്നത്. പാവം കുട്ടി, അവൻ എന്തറിയാമായിരുന്നു? എന്റെ വള്ളത്തിൽ പതിവായി വന്നതാ. ഒറ്റ മോനല്ലായിരുന്നു അച്ഛനും അമ്മയ്ക്കും. എനിക്കോ സഹിക്കുന്നില്ല. പിന്നെ പെറ്റ തള്ളയും തന്തയും എങ്ങനെ സഹിക്കാനാടാ? കാൽ വൈദ്യ വെള്ളത്തിൽ വീണതാ. എന്റെ വള്ളത്തിൽ നിന്ന് എന്റെ കൺമുമ്പിൽ. എനിക്ക് രക്ഷിക്കാനായില്ല. ശ്രമിക്കാതിരിക്കുക. ആ കുഞ്ഞിന് അത്രേ ആയുസ്സുണ്ടായിരുന്നു. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അതിന് നീ കുറ്റക്കാരനൊന്നും അല്ലല്ലോ. അല്ല, പക്ഷേ ഇവിടുത്തെ മണ്ണെടുത്ത കുഴികൾ തന്നെയാ കാരണം. എന്തോരം ജീവനുകളാ ഈ മണ്ണെടുത്ത കുഴിയിൽ വീണ് പൊലിഞ്ഞത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാ കുറ്റക്കാര്. ഇവിടെ നിന്ന് മണ്ണെടുക്കാൻ പറ്റില്ല എന്ന് തറപ്പിച്ചു പറയണമായിരുന്നു. ആരായാലും തടയണമായിരുന്നു. എടാ, ഞാനും നീ ജീവിച്ച കാലമല്ല, അത് ഓർക്കണം. നമ്മളൊക്കെ നിലയില്ലാ കയങ്ങളിലാ ജീവിക്കുന്നത്. ആരൊക്കെയോ ആ നിലയില്ലാ കയങ്ങളിലേക്ക് നമ്മളെ തള്ളിയിട്ടിരിക്കുക. എന്റെ ഊഹം ശരിയാണെങ്കിൽ തന്നെ ആരും നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ടതല്ല. താൻ അറിഞ്ഞുകൊണ്ട് ചാടിയത് തന്നെയാണ്. അല്ല, നീ പറഞ്ഞു വരുന്നത്? ഇന്നലെ രാത്രി ഞാനും കുമാരനും ഒത്തിരി നേരം തന്നെ കുറിച്ച് സംസാരിച്ചിരുന്നു. കൂട്ടത്തിൽ ചെന്താമരയുടെ കാര്യം. ചെന്താമര ഒരു താഴ്ന്ന ജാതിക്കാരിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ താൻ അവളെ ഇഷ്ടപ്പെട്ടത്? അതറിഞ്ഞപ്പോ കൂട്ടുകാരായ ഞങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ തന്നെ? തന്റെ ചെറുപ്പത്തിലെ വാശിയും വൈരാഗ്യവും അതിലും വെച്ച് പുലർത്തി. വാശിയില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെയും കുറ്റപ്പെടുത്തുന്നില്ല. കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല ഞാൻ. അറിയാം, ചെന്താമര, അവിടെ ആ കളരിക്കൽ ഗോവിന്ദന്റെ ജീവിതത്തിന്റെ താളപ്പിഴകൾ സംഭവിക്കുന്നത്. മറ്റു മക്കളെ പോലെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച അച്ഛനും അമ്മയും
പരാജയത്തിന്റെ വക്കിലെത്തിയപ്പോഴാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. ഉഗ്രപ്രതാപിയായ കളരിക്കൽ ഭാർഗവൻ എന്റെ അച്ഛൻ. ഈ വിവരം അവളുടെ അച്ഛന്റെ ചെവിയിലെത്തിച്ചു. ഐത്തവും മറ്റും കൊടികുത്തി വാഴുന്ന കാലം. ആ കാലത്ത് തമ്പുരാനെ സ്നേഹിച്ച അടിയാത്തിപ്പെണ്ണിന്റെ കഥ പിന്നെ പറയണോ? തല്ലിച്ചതച്ചു നല്ല ഇഞ്ച കഥയ്ക്കും പോലെ. അവൾക്ക് കിട്ടിയ ഓരോ അടിയും കുത്തുവാക്കുകളും പരിഹാസങ്ങളും എന്റെ ഈ നെഞ്ചിലാ തളച്ചത്. ഒരു ദിവസം, ഒരു രാത്രി, ഒരു കുടുംബത്തിന്റെ കൂട്ട നിലവിളി കേട്ട ഈ കളരിക്കൽ തറവാട് നടന്നു. ഞാൻ ഓടി ആ ഉമ്മത്തിൽ നിന്ന് നോക്കുമ്പോൾ പാതിവന്റെ ശരീരവുമായി നിന്ന് അലമുറയിട്ട് കരയുന്ന എന്റെ ചെന്താമരയും കുടുംബത്തെയുമായി എനിക്ക് കാണാനായത്. തറവാടികളായ എന്റെ വീട്ടുകാരുടെ ബലത്തിന് മുന്നിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയാതെ ആ രാത്രി ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം കൂടെ പൊറപ്പിക്കാമെന്ന ഉറപ്പോടെ ഞാൻ അവിടെ ചെന്നതാണ്. പക്ഷേ അവിടെ ആ വീടിന് പകരം എനിക്കവിടെ കാണാനായത് ഒരു ചാമ്പൽ കൂമ്പാരം. ഇപ്പൊ ഞാനായിട്ട് ഈ പഴങ്കഥയുടെ കെട്ടഴിക്കണ്ടായിരുന്നു അല്ലേ? പഴങ്കഥ ഓരോ രാവും പകലും മാറി മറയുമ്പോഴും എനിക്കിതൊക്കെ പുതിയ കഥയായി തീരുകയാണ്. ഈ വലിയ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവൾ ഉണ്ടെങ്കിൽ അവൾ എന്നെ കാത്തിരിക്കും. ഞങ്ങൾക്കങ്ങനെ മറക്കാനാകില്ല. താൻ എന്താണോ ഈ പറയണത്? അവരിപ്പോ കല്യാണം കഴിഞ്ഞ് മക്കളും കൊച്ചുമക്കളൊക്കെ ജീവിക്കുകയായിരിക്കും. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ദൈവത്തിനറിയാം. ജീവിച്ചിരിപ്പുണ്ട്. എന്റെ മനസ്സ് പറയുന്നു. കൂട്ടുകാരായ നിങ്ങൾക്ക് പോലും അറിയാത്ത അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു. അവൾ എന്റെ പെണ്ണ. കാലം കൊണ്ടുത്തരും എനിക്കവളെ. പുറത്താരും അറിയണ്ട ഈ പഴകിയ പ്രേമത്തിന്റെ കഥ. കളിയാക്കാൻ മാത്രം അറിയുന്ന പുതിയ തലമുറ അവരത് ശരിക്കും കളിയാക്കി രസിക്കും. താൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ ജീവിച്ച കാലമല്ല ഇത്, അത് ഓർമ്മ വേണം. ചുട്ടിയെ കാലവും നേരവും ഒക്കെ കാക്കയിൽ വരുമ്പോഴോ താൻ നോക്കിക്കോ. അതൊക്കെ പോട്ടെ, എവിടെ കുമാരൻ? യാത്ര ക്ഷീണം കാണും. ഒരു തെങ്കലല്ലേ, വിശ്രമിക്കട്ടെ. അപ്പുണ്ണി ജാനു പാലുമായി വന്നിട്ട് പോയോ? ജാനുവെച്ച് വന്നായിരുന്നു. ഇത് കവർ പാല ചേച്ചി മേടിച്ചിടുന്നതാ. ചേച്ചിയുടെ പശുക്കളെല്ലാം വിറ്റു. അയ്യോ, അത് അവളുടെ ജീവിതമാർഗമല്ലായിരുന്നു. അതെ, ചേച്ചിക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ വീടിന്റെ പണി നടക്കുക. ആരോടൊക്കെ കടം ചോദിച്ചു, കിട്ടാതായപ്പോ വിൽക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞ സർക്കാർ സാധാരണക്കാരെ കടക്കണിയിലേക്ക് തള്ളിയിടുകയാണ്. നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് ഇവർ ഔദാര്യമായി തരുന്നത്. 70,000 കിട്ടണമെങ്കിൽ ഇവനൊക്കെ 80,000 ചെലവാക്കേണ്ടി വരും. അല്ല, ഒരു വണ്ടി മണലിന് എന്താ വില? ചുറ്റിയെ ഓർക്കുന്നുണ്ടോ പണ്ട് കടപ്പുറത്തെ പൂടിമണ്ണ് വാരിയറിഞ്ഞ് കളിച്ചപ്പോൾ? ആ മണ്ണിനും ഇന്ന് പൊന്നിനെ പോലെ വിലയാകുമെന്ന്. നേരെ ഇന്നിപ്പോ ഇവിടെ വിലയില്ലാത്തത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ്. ജനിച്ചു പോയത് കൊണ്ട് ജീവിച്ചല്ലേ പറ്റൂ, അല്ലേടാ പുണ്യെ? മുത്തശ്ശനെ പോലുള്ളവരുണ്ടെങ്കിൽ എന്നെ പോലുള്ളവരും ജീവിക്കുന്നു. സ്നേഹം വരുമ്പോ കുറുമ്പ് കാട്ടുന്ന, ദേഷ്യം വരുമ്പോ വടിയെടുത്ത് തല്ലാൻ വരുന്ന എന്റെ ചക്കര മുത്തശ്ശൻ. അല്ലേ മുത്തശ്ശ? യവന്റെ ചന്തിക്ക് 2 കൊടുക്കണ്ടേ? കൊച്ചുട്ടി കൊടുക്കണ്ടേടാ. നിന്ന് തെമ്മാടിത്തരം പറയുന്നത് കേട്ടാവേ. പിന്നെ എനിക്കറിയരുത്, അത് ഈ പറച്ചിലല്ലേ ഉള്ളൂ. എടാ, നിന്നെ ഇയാൾക്ക് പേടിയാ. നിന്നെ തല്ലിയ ഇയാള് പട്ടിണിയാകില്ല. അതുകൊണ്ട് നിന്നെ തല്ലില്ല, ധൈര്യമായിരിക്കും. അങ്ങനെ പറ. അതെ, പിന്നൊരു കാര്യം, അകത്തൊരു തണ്ണിമത്തങ്ങ നടക്കുന്നില്ലേ, അതിന്റെ കൂർക്കം വലി കാരണം നേരെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ടോ എന്റെ അമ്മേ! അവൻ കേക്കണ്ട, അതൊക്കെ പറയും. അവൻ ഭയങ്കര സ്വാമിയാ, മന്ത്രവാദിയാ, ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനാ. ആണോ മുത്തശ്ശൻ? എടാ, അത് നിനക്ക് അവന്റെ വേഷം കണ്ടാൽ അറിയരുതോ? കാഞ്ഞ പുള്ളിയാ, നീ സൂക്ഷിക്കണം. എന്റെ ദേവരെ, ആളെക്കുറിയെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരടി അകലെ കീപ്പ് ചെയ്യാൻ അല്ലേ? ആ, ഒരടി മാറി നിന്നോ.
എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വള്ളപ്പോരെ ഉണ്ടാവും. കൊച്ചുട്ടിയെ ഓ. കാപ്പി കുടിക്കാനെങ്കിൽ എത്തിക്കൊള്ളണം. എത്തിക്കോളാം എത്തിക്കോളാം. അതെ പിന്നെ തിരികെ വരുമ്പേ ആ ഭാവിയിൽ നിന്ന് ഒരു ചരട് കൂടി ചോദിച്ചോണ്ട് വരണം. വല്ലാത്തൊരു പേടി. ഈ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും. ദേവരെ നീ എന്നാ കാത്തോളൂ. ആ ചരട് ഞാൻ കിട്ടിക്കോളാം. എന്താടാ രാവിലെ വട്ടായോ? ഞാനോ ചേർന്നു. ഞാൻ കരുതി എന്തു പറ്റി? ഇത് എന്തോ പറ്റാൻ. ദേ, നീ ചെന്ന് പാലിന്റെ കാശ് വാങ്ങിക്കൊണ്ട് എനിക്ക് ഒരിടം വരെ പോകണം. എന്താ ചെയ് ഈ വെളുപ്പാൻ രാവിലെ എത്ര വലിയ അത്യാവശ്യം? തിങ്കളാഴ്ച വാക്കുകയല്ലേ, മേശരി ഒന്ന് കാണണം. പോരാത്തതിന് മോക്ക് പരീക്ഷയാണ്. അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ചേച്ചി ഞാനിതാ. എടി നീ ഏതാ? ഇതെന്താണ്? ആകാശത്തിന് പൊട്ടി വീണ പെട്ടിയോട്ടോർച്ചയോ അതോ ബഹിരാകാശ പേടകം? ഈ പറഞ്ഞ സാധനമൊക്കെ മുമ്പ് മൂപ്പിലാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീ ഏതാ? എനിക്ക് മനസ്സിലായി, പക്ഷെ എന്നെ മനസ്സിലായില്ല അല്ലേ? അതെ, കുമാരമാമനല്ലേ? പക്ഷെ നിന്നെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ജാനു. ഓ, നമ്മുടെ പാൽക്കാരി ജാനു. എടി നീ അങ്ങ് തടിച്ച് കൊഴുത്ത് വെളുത്ത് ചുന്നരിക്കുട്ടി ആയിപ്പോയില്ലോ. കളിയാക്കാതെ മാമ. ഓ മാമാന്ന് വിളിച്ച് നീ എന്റെ പ്രായം കൂട്ടല്ലേ? നീ നിന്റെ ആ പഴയ പണിയൊക്കെ നിർത്തിയോ? എന്ത് പണി? പാൽ കച്ചവടം. അതെ, വീട് പണി നടന്നുകൊണ്ടിരിക്കുക. കാശിന് കുറവുണ്ടായപ്പോ പശുവിനെ അങ്ങ് വിറ്റു. അയ്യോ, 2 ആഴ്ച ഇവിടെ വന്ന് നിന്ന് നിന്റെ പാല് കുടിച്ച് ഒന്നുകൂടി സുന്ദരനാകാമെന്ന് കരുതിയാ ഞാൻ വന്നത്. അപ്പോഴേക്ക് നീ നിന്റെ കച്ചവടം നിർത്തി. അങ്ങനെയല്ലേ? അങ്ങനെയാന്നേ. അതിനിവിടെ കവറുപാല് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. നീ തരുന്ന പാലിന്റെ സുഖം കവർ പാലിന് കിട്ടുമോ? എടി, നിന്നെ ഇപ്പൊ കണ്ട ഒരു 16-16 വയസ്സേ തോന്നിക്കൂ. അങ്ങനെയല്ലേ? ഇന്നാളെ ഞാൻ മോളെ കോളേജിൽ കൊണ്ടുവരാനായിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ഒരു ചേച്ചി എന്നോട് ചോദിക്കുക, അനിയത്തി ചേട്ടത്തിയാന്നൊന്നു. ഞാനെങ്കിൽ ലജ്ജിച്ചു പോയോ. ലജിച്ചു പോകും. ആരായാലും ലജിച്ചു പോകും. അപാര ശരീര വഴി തന്നെ നിനക്ക്. അതിരിക്കട്ടെ, നിന്റെ ഭർത്താവിന് സുഖം തന്നെയല്ലേ? അയാൾ പോയിട്ട് 8-9 കൊല്ലമായില്ലേ? ആണോ? അപ്പൊ വലിയ വിഷമത്തിലായിരിക്കും ഇപ്പൊ. എനിക്കെന്താ വിഷമം? താമസിക്കാൻ വീടുണ്ട്, അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നേ? എന്തൊക്കെ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിലും ഒരു പുരുഷന്റെ സാമീപ്യം ഇല്ലെങ്കിൽ എന്തോന്ന് സുഖം. അങ്ങനെയല്ലേ? അങ്ങനെയാന്നേ. എടി, നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഭാര്യയില്ല, നിനക്ക് ഭർത്താവുമില്ല. നമുക്ക് 2 പേർക്കും കൂടി നിന്റെ വീട്ടിലങ്ങ് താമസിക്കാം. ഈ വയസ്സുകാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അങ്ങനെയല്ലേ? അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കണ്ട ഒരു സാധനം. നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? അല്ല, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് പറഞ്ഞേ. എന്നാ ഞാൻ നമ്മുടെ പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിച്ചിട്ട് അവിടെ കാത്തു നിൽക്കാം. നീ അതുവഴി വരണേ. എന്നെ കണ്ടിട്ട് വേണം എനിക്ക് രാമേശ്വരത്തിന് പുറപ്പെടാൻ. ആട്ടെ. തിങ്കളാഴ്ച വാർക്കുന്നു വെച്ച് അതെ, കുഞ്ഞിതെങ്ങോട്ടാ? കായൽ സംരക്ഷണ സമിതിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഈ നാട്ടുകാരെല്ലാം കൂട്ടണം. മോനെ, എനിക്ക് വല്ല വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ല. എന്നാലും പറയുക, ബലരാമനെ സൂക്ഷിക്കണം. വിഷസർപ്പമാവേ. ആ വിഷസർപ്പത്തിന്റെ പത്തി മുടത്താൻ അധികം നാളുകളില്ല. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അവനെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാ. പുരാണത്തിൽ ബലരാമൻ കലപ്പ കൊണ്ട് കാളന്തിയുടെ ഗതി മാറ്റി ഒഴുകി. ഈ ബലരാമൻ അവന്റെ കഴിവുകൊണ്ട് കടലും കായലും ഉണ്ടാക്കി ഇവിടം വെള്ളത്തിന് അഴിയാക്കും. അതിനൊരിക്കലും അനുവദിക്കില്ല. പുരാണങ്ങൾ ആവർത്തിക്കാനും അത്രയ്ക്കൊക്കെ വേണോ കുഞ്ഞെ? വേണം. ഈ കളയക്കത്തറവാടിന്റെ ഏറെ പങ്കും കായൽ കവർന്നു. എനിക്കും ഒരു ലക്ഷ്യമുണ്ട്. ഗുപ്തൻ മനസ്സിൽ താലോലിച്ച ഒരു സ്വപ്നം. ഈ കായൽ സംരക്ഷണ സമിതി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കരയും മണ്ണും സംരക്ഷിക്കാനുള്ള ഒരു ലൈസൻസ് മാത്രമല്ല. ഈ കളരിക്കൽ പുത്തൻ വീട് ഭാവിയിൽ ഗുപ്തന് കൂടി അവകാശപ്പെട്ട സ്വപ്ന സൗധം. കാലം മാറുമ്പോൾ കളരിക്കൽ റിസോർട്ട്സ്. കായലും കടത്തും വെള്ളവുമെല്ലാം പുറനാട്ടുകാരെ ഹരം
അതിനുവേണ്ടി കോടികൾ ചെലവാക്കും ഗുപ്തൻ. ഈ കാക്കരക്കടവും കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ ഇടം പിടിക്കട്ടെ. ഈ നാട്ടുകാരൻ രക്ഷപ്പെട്ടോട്ടെ. കുഞ്ഞിന്റെ നല്ല മനസ്സിന് നന്ദി. ഈ നാട്ടുകാർ രക്ഷപ്പെടുമല്ലോ. ഈ നാട്ടുകാരുടെ ജീവിതം കണ്ടല്ലേ ചെയ്യാനും വളർന്നത്. ഇറക്കം മറക്കാൻ കഴിയുമോ എനിക്ക് മേശരി ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. ശരി ചേച്ചി, നമ്മളിപ്പോ ഇവിടെ സംസാരിച്ച കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാണ്. അങ്ങ് യമപുരിയിൽ കാലന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാ ചിത്രഗുപ്തൻ. ഇവിടെ ഈ ഭൂമിയിൽ യമദേവന്റെ വേഷം കിട്ടാനും തയ്യാറാ ഈ അഭിനവ ചിത്രഗുപ്തൻ. അങ്ങ് വന്നിട്ട് ഒത്തിരി നേരമായി. ഞാൻ കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറുകയാണ്. പിന്നെ നീ ചോദിച്ച കാശ് വാർപ്പ് നടക്കട്ടെ. ശരി മുത്തച്ഛ. എല്ലാവരും നന്നായി കാണാനാ ഈ കിഴവന്റെ ആഗ്രഹം. പ്രിയപ്പെട്ട കാക്കരക്കടവ് നിവാസികളെ, കേരളത്തിൽ സജീവമായി തുടർന്നു വരുന്ന മണൽ മാഫിയക്കെതിരെ പ്രതിഷേധിക്കുവാൻ ഇന്ന് വൈകുന്നേരം കാക്കരക്കടവ് ജംഗ്ഷനിൽ ചേരുന്ന പൊതുയോഗത്തിൽ കേരളത്തിന്റെ പൊന്നോമന പുത്രൻ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി CK കുഞ്ഞാണ്ടി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഈ സമ്മേളനം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ ഇന്നാട്ടിലെ എല്ലാ നാട്ടുകാരെയും കാക്കരക്കടവ് ജംഗ്ഷനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പഴയ അടി നിർത്തി പുതിയ അടി തുടങ്ങി. കൊട്ടാരത്തെ ബലരാമന്റെ കൊലയോട്ടത്തിൽ എന്റെ കാലിക്കൊള്ളുന്ന കൊള്ളാകാതിരിക്കാൻ 30 ലക്ഷം ആ കുഞ്ഞാണ്ടിയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ കൊടുത്തത്. എന്നിട്ടിപ്പോ പുതിയ ചാണക്യ തന്ത്രങ്ങളുമായി എനിക്കെതിരെ ഒളിയപ്പ് കൊണ്ടുവരിക. വിടില്ല ജാനച്ച് പഴയ അടി നിർത്തി ഇപ്പൊ പുതിയ അടി തുടങ്ങി. വീടിന്റെ പണിയൊക്കെ എന്തായി? എത്ര വണ്ടി മണ്ണാ ഞാൻ കടമായി തന്നത്? കേട്ടോ, എന്നിട്ട് എന്താ ജാനച്ച് കേരളത്തിലെ ജനങ്ങൾ മണൽ മാഫിയയ്ക്ക് പ്രതികരിക്കുന്നത്? പഞ്ചായത്തിൽ നിന്നും നക്കാപ്പിച്ച 3 സെന്റ് ഇറന്ന് വാങ്ങുന്നവന് തുടങ്ങി കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്രമന്ത്രിമാരുടെ സ്വകാര്യ വസതികളിൽ പോലെ എത്തുന്ന മണൽ മാഫിയ പടയോട്ടം. ഇരന്ന് തിന്നുന്നവരെ കുളന്ന് തിന്നുന്ന ഇന്നാളുടെ നിയമപാലകന് വേണം മണൽ മാഫിയക്കാരന്റെ പണം. അവസാനം കണക്കുകൾ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോ തീരാനഷ്ടവും പേരുദോഷവും മണൽ മാഫിയക്കാരൻ. മറ്റന്നാളാ കോൺക്രീറ്റ്. അത് നടക്കട്ടെ, പക്ഷേ ഇവര് കൂടി കേൾക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ പഴയ പ്രമാണിമാരും ജന്മിമാരും ഒക്കെ അല്ലേ? അതൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അറിയാമത്ത. പക്ഷെ ഇതെന്ത് കേട്ടോ, ഈ നിൽക്കുന്ന ജാനുവച്ചിയുടെ മകളുടെ പഠിത്തത്തിന് പണം കടമായി കൊടുത്തതാരാ? ഈ വരുത്തം വീട് പണിക്കും മണ്ണായും പണമായും എത്ര തന്നു ജാനുവച്ചേ ബലരാമൻ. എന്നാൽ ഇവിടെ ആർക്ക് നമ്മുടെ കണ്ണെടുത്താ കണ്ടുകൂടാ. കടമായി വാങ്ങിയതും അല്ലാത്തതും മൊത്തത്തിൽ കൂട്ടി നോക്കിയാലും മുതലിനോളം വരില്ലല്ലോ ചേച്ചേ ഇപ്പൊ താമസിക്കുന്ന മണ്ണിന്. സാരമില്ല, മണ്ണായിട്ടില്ലെങ്കിലും പെണ്ണായിട്ടായാലും മതി. മനസ്സിലായില്ലേ? മകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ദു മതി, ഇന്ദു, അത് മതി. എന്തിനാണെന്ന് കരയുന്നേ? ഇവനെയൊക്കെ തോളിൽ കെട്ടുമ്പോഴേ ആലോചിക്കണമായിരുന്നു. ഇവനൊക്കെ ഇതല്ല ഇതിനപ്പുറവും ചോദിക്കുമെന്ന്. കരഞ്ഞ് കണ്ണീര് കണ്ടാലൊന്നും മനസ്സറിയത്തില്ലേ? വയ്ക്കോ വയ്ക്കോ. ആ അടി നിർത്തി പുതിയ അടി തുടങ്ങി.
പാവങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ നീ അങ്ങനെയൊക്കെ ദ്രോഹിക്കണം. മുത്തശ്ശ, ഈ വരുത്തൻ ഇവിടെ ഒരു അന്തിപ്പായ വിരിക്കാൻ ആ പോയ ജാനിയച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അറിയാമടാ, മർമ്മമറിഞ്ഞ് നീ കുത്തി ആ കുത്ത് ഒടുവിൽ ദേ ആ കായൽ 2 ശവങ്ങൾ കൂടി പൊങ്ങും. അതും നീ തിന്നേണ്ടി വരും. തെറ്റിപ്പോയി മുത്തശ്ശ. ബലരാമൻ ആരുടെയും വെച്ചിട്ട് തിന്നാറില്ല. പഴകിയത് കൊടുത്തതുമൊക്കെ വെറുപ്പ. എന്തിനാ നീ ഇപ്പോൾ ഇവിടെ വന്നത്? കാര്യം പറഞ്ഞിട്ട് പഠിക്കണത്. കാരണം ഈ കളരിക്കൽ തറവാട്ടിന്റെ നാഥൻ ഈ ഞാനാണ്. മുത്തശ്ശനിപ്പോ പഴയ എടുത്തിട്ട് പുതിയ എടുക്കുന്നത്. ബലരാമൻ ഒരു വീടിന്റെയും പടി വെറുതെ ചവിട്ടാറില്ല. ചവിട്ടിയ പടികൾ തിരിച്ചിറങ്ങണമെങ്കിൽ വന്ന കാര്യവും സാധിച്ചിരിക്കും. എന്ത് കാര്യം സാധിക്കണം നിനക്ക്? എന്തിനാ നീ ഇപ്പോൾ ഇവിടെ വന്നത്? മുത്തശ്ശനൊന്നും വേണ്ട. എന്നെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ പൂച്ചവലം കെട്ടിരിക്കുന്ന ഒരുത്തരുണ്ടല്ലോ ഇവിടെ. നിങ്ങളുടെ എച്ചിൽ നിന്ന് വളർന്ന വളർത്തുനായ ഗുപ്തൻ, ചിത്രഗുപ്തൻ, അവരെയാണ് എനിക്ക് കളയുന്നത്. അന്വേഷിക്കുന്നത് തന്നെയാണെങ്കിൽ ഒച്ച വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതാണ് അതിന്റെ ശരി. മുത്തശ്ശ, ഒന്ന് അങ്ങോട്ട് പോകട്ടെ, നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാം. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോഴാണ്. ഇവൻ എന്നോടല്ലേ സംസാരിക്കാനുള്ളത്? വല്യച്ഛൻ വെക്കോ? ബലരാമ, ഈ കളരിക്കൽ തറവാട്ടിന്റെ വീട്ടുമുറ്റത്ത് വന്ന് ഏതെങ്കിലും ഒരു പട്ടി മരിച്ചാലുണ്ടല്ലോ, അത് ഞാൻ കുറച്ചു നേരം നിന്നങ്ങ് കേൾക്കും. കാരണം ആ പട്ടി കുരയ്ക്കുന്നത് എച്ചൽ തിന്നാനാണോ അടി വാങ്ങിക്കാനാണോ എന്ന് അറിയാൻ വേണ്ടി. എനിക്ക് മനസ്സിലായി, നീ കുറിച്ചത് എച്ചൽ തിന്നാൻ വേണ്ടിയാണ്. ഇനി കൂടുതൽ കസർട്ട് ഇവിടെ നിന്ന് കാണിച്ചാലുണ്ടല്ലോ, നിന്റെ ആ പഴയ അടിയുണ്ടല്ലോ, അതങ്ങ് ഞാനങ്ങ് മാറ്റിയൊരു പുതിയ അടി തരും. കേട്ടോടാ? അത് 60-ലെ കുറവ്. ഗുപ്ത, നീ കാര്യങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കണം. ആരുടെയും ഉപദേശം എനിക്ക് ആവശ്യമില്ല, പ്രത്യേകിച്ച് നിന്റെ. കൊടിമരം നാട്ടി അതിൽ അധികാര ചിഹ്നങ്ങൾ മുതൽ കൊത്തിയ കോട്ടപ്പുത്രങ്ങൾ എന്നും ബലരാമൻ അഭിനിവേശമായിരുന്നു. അതിനെ പാവപ്പെട്ടവന്റെ ഉച്ചയിച്ചവടി ഉദാഹരണം ചെയ്യാൻ ലവലേശം മടിയിലെനിക്ക്. അവിടെയാണ് എനിക്ക് തെറ്റിയത്. ഇന്നാട്ടിലെ പാവപ്പെട്ട എന്റെ കിടപ്പാടങ്ങൾ അനധികൃതമായ മണൽക്കയുടെ നീ കായലിനടിയിലാക്കി, അവരെ കണ്ണീരിലാട്ടി. നീ ചെയ്ത തെറ്റിന്റെ ഫലം നിന്റെ തലയ്ക്ക് മീത ഡെമോക്രസിന്റെ വാളായി തൂങ്ങി നിൽപ്പുണ്ട്. അറിയാം, ഈ നാട്ടുകാരെ മുഴുവൻ കൂട്ടി കായൽ സംരക്ഷണ സമിതി എന്നൊരു സംഘടന ഉണ്ടാക്കി എന്നെ അതിൽ കൂട്ടിക്കളയാമെന്നാണ് നിന്റെ വ്യാമോഹം. വ്യാമോഹമല്ല, സ്വപ്നമാണ്. ഈ നാടിന്റെ മോചന സ്വപ്നം. നീ എന്തിന്റെ കൂട്ടരും ചെന്ന് ഈ കണ്ണായക്കരയൊക്കെ കായൽ നടിയിലാക്കി വർഗ വഞ്ചകനാണ്. വഞ്ചകൻ ഞാനല്ല, നീയാണ്. കാരണം നിന്റെ കൂടെയുള്ള ഈ നാളുകൾക്കറിയില്ല നിന്റെ കാഴ്ചവട്ടിലെ മണ്ണം പൊലിച്ചു പോകുന്നുവെന്ന്. അവസാനം സ്വന്തം നേതാവിന് പോലും നിലനിൽപ്പുണ്ടാകില്ല എന്ന്. എങ്കിലും തെറ്റ് സമ്മതിക്കാൻ നീ തയ്യാറായെങ്കിൽ എനിക്ക് എന്റെ വഴി തേടേണ്ടി വരും. ഭാവഗുപ്തൻ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? ഈ കാക്കരക്കടവും ഇവിടുത്തെ 100-300 ആൾക്കാരെ കണ്ടിട്ട് കൊട്ടാരത്തിൽ വരാമ കടുകിനകത്ത് കയറി ഒലിക്കുമെന്ന്. എന്റെ സാമ്രാജ്യം ഈ കാക്കരക്കടവല്ല, കേരളം മൊത്തത്തിലാണ്. ചിലപ്പോ കേരളത്തിന് പുറത്തും. അവിടെയാണ് നീ എന്റെ ശക്തി മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഞാനും നീ തമ്മിലുള്ള അന്തരം. എനിക്കെതിരെ പോകുന്ന ഓരോ കൈയും അറുത്തു മാറ്റും ഞാൻ. എങ്കിലും തെറ്റ് സമ്മതിക്കാൻ നീ തയ്യാറാണെങ്കിൽ എനിക്ക് എന്റെ വഴി തേടേണ്ടി വരും. ഫോൺ തോടിയ യാതൊരു അത്രയേ നിന്നെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. ഈ കളരിക്കൽ പുത്തൻ വീട്ടിൽ ഗോവിന്ദനാശാന്റെ അടിച്ചൻ രാഘവന്റെ മകൻ ഗുപ്തൻ എന്ന ഈ ചിത്രഗുപ്തൻ പറയുന്നു, ഈ ഭൂമിയിൽ സ്വന്തമായി 6 അടി മണ്ണും നിന്റെ നെഞ്ചിലെത്താൻ സ്വന്തമായ ഒരു റീത്തും നീ കരുതിക്കോ. ഈ ഭൂമിയിൽ നന്മയില്ലാത്തവന്റെയും തിന്മയുള്ളവന്റെയും തലവെട്ടി മാറ്റി എഴുതാൻ അവതരിച്ച ജന്മമാണ്. നീ ഒന്ന് ലഭിച്ചാൽ നിന്റെ പിന്നിൽ അണിചേരാൻ ചിലപ്പോൾ 1000 ഉണ്ടാവും. പക്ഷേ എന്റെ ഉപ്പും ചോറും തിന്നുന്ന 10,000 എന്റെ പിന്നിൽ. അവരാണ് എന്റെ ശക്തി. അവിടെയാണ് നീയും ഞാനും തമ്മിലുള്ള അന്തരം. എക്കാലവും എല്ലാവരും വിട്ടികളാക്കാമെന്ന് നിന്റെ വ്യാമോഹമാണ്. കായൽ സംരക്ഷണ സമിതി എന്നതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഇപ്പോൾ നിൽക്കുന്ന ഈ കളരിക്കൽ തറവാട്, ആ കാണുന്ന ദൂരം വരെ ഉണ്ടായിരുന്ന പറമ്പ, പണ്ട് ഈ നാടിന് ഐശ്വര്യമായിരുന്ന കായൽ ഇപ്പോൾ നമ്മളെ വന്നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. അതിന് കാരണം നിന്റെ മണലെടുപ്പാണ്. അതിനൊരു അറുതി വേണം.
ഇന്നല്ലെങ്കിൽ നാളെ. ഗുപ്ത, കോംപ്രമൈസ് അതാണ് ഒരു പോംവഴി. നമുക്ക് സമാധാനമായി സംസാരിക്കാം. നിനക്ക് എന്താണ് വേണ്ടത്? നീ പറയൂ. അത്ര ഞാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കുന്നതൊന്നും നിനക്ക് തരാൻ കഴിയില്ല ബലരാമ. നിന്റെ മണലെടുപ്പിലൂടെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ അത് നിനക്ക് തിരിച്ചു തരാൻ കഴിയുമോ? കഴിയുമെങ്കിൽ പറയേ. ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാർ. 100 വട്ടം. മറിച്ചൊന്ന് ചിന്തിക്കാതെ നീ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ മാറ്റി ചിന്തിക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ പിന്തിരിയാനല്ല, മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണല്ല എന്റേത് എന്ന് മാത്രം വിശ്വസിക്കുന്നതാണ് ഞാൻ. അത് അങ്ങനെ ആയിപ്പോയി. അതാണ് എന്റെ ശീലം. മറിച്ചെന്തെങ്കിലും ഗുപ്തർ പറയാനുണ്ടോ? തർക്കിക്കുന്നില്ല ഞാൻ. കാരണം ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭം ഈ നാടിന് ആവശ്യമാണ്. അതിന് നീ എന്ത് തടയിട്ടാലും അത് നടന്നിരിക്കും. നടത്തിക്കോ. പക്ഷെ അത് മുഖം നോക്കി നടപടിയെടുക്കുന്നത് കൊട്ടാരത്തിൽ ബലരാമനായിരിക്കും. നാളെ അറിയാം നിന്റെ പ്രക്ഷോഭത്തിന്റെ രോദനവും എന്റെ പ്രകടനത്തിന്റെ പ്രകമ്പനവും. ഹലോ, എന്താ പാലമോ? എപ്പോ? ഞാൻ എത്തി. മതിയായില്ലടാ. 1000 വട്ടം നിന്റെ കാല് പിടിച്ച് യാചിച്ചതല്ലേ ആ പാലത്തിനടിയിൽ നിന്നും മണ്ണെടുക്കരുതേ എന്ന്. എങ്ങും കൂട്ട നിലവിളികൾ. ആ നിലവിളികൾ കേൾക്കാൻ വയ്യാഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയതാ. മുങ്ങി പൊങ്ങിയപ്പോ കയ്യിൽ കിട്ടിയതാ ഈ കുഞ്ഞിനെ. അച്ഛന്റെയും അമ്മയുടെയും കണ്ണുവെട്ടിച്ച് മരണത്തിന്റെ ആഴങ്ങളിലേക്ക് പോയ ഈ പിഞ്ചു കുഞ്ഞിനെ എന്ത് ചെയ്യണമടാ? നിന്റെ ആക്രിയിലിട്ട് മണ്ണിനോടും പണത്തിനോടുമുള്ള നിന്റെ ആർത്തി. മക്കളെ ഗുപ്ത, പിടിച്ചു കെട്ടടായവനെ. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കരുത്. എന്നിട്ട് യവനായി തീർത്ത ഏതെങ്കിലും ഒരു മണൽക്കുഴിയിൽ കെട്ടി താഴ്ക്കണം. യവനും അറിയട്ടെ മരണത്തിന്റെ വേദന എന്താണെന്ന്.